നമസ്കാരം. മോർണിംഗ് ന്യൂസ്. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി RLV രാമകൃഷ്ണൻ. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. വീഡിയോയുടെ ലിങ്കും പോലീസിന് കൈമാറിയിട്ടുണ്ട്. 10-ലധികം പേജുള്ള പരാതിയാണ് സമർപ്പിച്ചത്. പരാതി വഞ്ചൂർ പോലീസിന് കൈമാറി. പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ നിർദ്ദേശം. അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വയനാട്ടിൽ മത്സരം താനും രാഹുൽ ഗാന്ധിയും തമ്മിലെന്ന് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. ഇന്ത്യ മുന്നണിയുടെ ഒറിജിനൽ സ്ഥാനാർത്ഥിക്കെതിരെയാണ് തന്റെ മത്സരം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. LDF-നെ സംബന്ധിച്ച് അത്ര പ്രാധാന്യമില്ല ഈ തെരഞ്ഞെടുപ്പെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇക്കൊല്ലം BJP കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്നാണ് മോദിജി പറഞ്ഞത്. വയനാട്ടിൽ കോൺഗ്രസിന് മേൽക്കോയ്മ ഉണ്ടെന്ന് പറയുന്നതിൽ പ്രതികൂലമാവില്ല. നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന അമേഠിയിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം വേണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് ഒട്ടും സ്വീകാര്യനല്ലെന്നും അദ്ദേഹം എന്ത് ചെയ്തില്ല എന്നത് വോട്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 2ാം വിജയം. സീസണിലെ 2ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് ചെന്നൈ 63 റൺസിനെ പരാജയപ്പെടുത്തിയത്. ചെന്നൈയുടെ കുറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഗുജറാത്തിന് 143 റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ. ടീമിൽ സായി സുദർശൻ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. 37 റൺസ്. ടീം സ്കോർ CSK 206 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഗുജറാത്ത് ടൈറ്റൻസ് 143 റൺസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.